ഹായ് ഓൾ. ഞാനിതിൽ തംബ്നെയിൽ കൊടുത്തേക്കുന്നത് നോറയുടെയും സിജോയുടെയും എവിക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പേ ഞാൻ ചെയ്തിരിക്കുന്ന ലോങ് വീഡിയോ അതെന്തായിരുന്നു വീഡിയോ എന്ന് ഞാൻ മറന്നുപോയിട്ട് ആക്ച്വലി ഞാനിപ്പോൾ മറന്നു. ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോ എന്താണെന്ന് എനിക്ക് ആക്ച്വലി ജലദോഷമുണ്ട്, എന്നാലും ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുന്ന ആ വീഡിയോയിൽ ഒരാൾ വന്നിട്ട്, പെണ്ണോ ആണോ എനിക്കറിയില്ല, ഫേക്ക് ഒരു ID യൂട്യൂബിൽ, നീ 9 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീ 9 ആണോ എന്ന്. എൻ്റെ പൊന്ന് സഹോദര അല്ലെങ്കിൽ സഹോദരി, നിങ്ങൾ എന്താണ് 9 എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഞങ്ങൾ 9 എന്ന് പറയുന്ന ഭാഷയൊന്നും പറഞ്ഞ് പഠിച്ചിട്ടില്ല. ഈ 9 എന്ന് പറയുന്ന ഭാഷ ഞങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ടില്ല. എന്താണ് നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കിങ്ങനെയുള്ള ഈ നമ്മൾ പറയില്ലേ നമ്മളിങ്ങനെ ഈ ഒരു ചെറിയൊരു നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കല്ലുകടി വരില്ലേ, ചൊറിഞ്ഞുകൊണ്ട് കുറച്ച് കൃമികൾ വരില്ലേ, അപ്പോൾ അതുപോലെ വരുന്ന കുറേ സാധനങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക. നമ്മുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ അവിടെ എന്താ പറയുക, ഒബ്സർവ് ചെയ്യപ്പെടുകയാണ് നമ്മളിതിനെ റിയാക്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഒരു കാര്യം, ഇതിനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തിരക്കുകളായിരുന്നു, അതുകൊണ്ടാണ് ഈ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ടും തിരക്കും കാരണം ഇതിന് മുന്നേ ചെയ്ത വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പോലും ഞാൻ പറഞ്ഞു. ബിഗ് ബോസ് ആണ്, ചർച്ചയാണ് അത്. കഴിഞ്ഞ ദിവസത്തെ ജിൻഡോ നോറ എന്ന് പറയുന്നൊരു ഹെഡിങ് ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അത് ജിൻഡോയുടെ നോറയുടെ ഒരു ഇതായിരുന്നു കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞത് സഹോദരൻ എന്ന് തന്നെ വിളിക്കാം. നീ പറഞ്ഞ കമൻറ്റ് അതിവിടെ എഴുതി കാണിക്കേണ്ടതാണ്. ഒരു കാര്യം പറയാം, നീ ഉദ്ദേശിക്കുന്ന 9 എന്ന് പറയുന്നത്, നീ സമൂഹത്തിൽ നമ്മൾ ജനിച്ചു പോകുന്നത് നമ്മുടേതല്ലാത്ത തെറ്റുകൊണ്ട് നമ്മൾ ജനിച്ചു പോകുന്നു. എങ്ങനെ? ഒരു മനസ്സും ശരീരത്തിന് ചേരാത്തൊരു മനസ്സുമായി. ശരീരത്തിന് മനസ്സ് വേറെ ശരീരം വേറെ ആയിട്ട് അത് തെറ്റെന്നല്ല പറയുന്നത്. അവരുടെ യഥാർത്ഥമായ മനസ്സിലേക്കുള്ള ശരീരത്തിലേക്ക് ആകുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ, അതുപോലെ തന്നെ ലെസ്ബിയൻസ്, ട്രാൻസ്ജെൻഡേഴ്സിനെ ആയിരിക്കും ഉദ്ദേശിച്ചത് ഇവൻ പ്രസ്തുത വ്യക്തി, അല്ലെങ്കിൽ ലെസ്ബിയൻ, ഗേ അങ്ങനെ പറയുന്ന LGBTQ അങ്ങനെ പറയുന്ന ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ മനുഷ്യരും ഇന്നത്തെ കാലഘട്ടം മാറി തുടങ്ങി. ഒരുപാട് ആൾക്കാർ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി എല്ലാവരെയും ഒരേപോലെ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അവരെ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല. ആരും അവരവരുടെ തെറ്റുകൊണ്ടല്ല. ഒരു മനസ്സ്, ആണിൻ്റെ മനസ്സുമായിട്ട് പെണ്ണിൻ്റെ ശരീരമായിട്ട് ജനിക്കുന്നവർ, അല്ലെങ്കിൽ പെണ്ണിൻ്റെ മനസ്സും ആണിൻ്റെ ശരീരവും സൗണ്ടും എല്ലാം അങ്ങനെയായിട്ട് ജനിക്കുന്നവർ, അവരുടെ ആ ഒരു യഥാർത്ഥ അവരുടെ ഇഷ്ടത്തിലുള്ള അവരിങ്ങനെ ഒരു ചങ്ങലക്കൂടിനുള്ളിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജെൻഡറിൽ ഇങ്ങനെ തുടരുന്നത് അവർക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് അവർ ജെൻഡർ ചേഞ്ച് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലേ. അത് ട്രാൻസ് മെന്നും ട്രാൻസ് വുമൺ ഒക്കെ ഉണ്ടാവാം. എനിവേ, അത് നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അതിനെയൊക്കെ അല്ലേ. നമ്മളെല്ലാവരും അതിനെയൊക്കെ എന്നല്ല, ഇപ്പോൾ ലേഡീസായി മാറിയ നമ്മുടെ ട്രാൻസ് വുമൺ നമ്മുടെ കൂട്ടത്തിലുള്ള അനിയത്തിമാരായിട്ടോ ചേച്ചിമാരായിട്ടോ പരിഗണിക്കുകയല്ല. അവർ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരാണ്. അവരെക്കുറിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞതല്ല. ആണുങ്ങളെ അങ്ങനെ തന്നെ, നമ്മുടെ പെണ്ണായിട്ട് ജനിച്ചു, ആണിൻ്റെ മനസ്സുമായിട്ട് അവർ പിന്നീട് ആണായിട്ട് വരുമ്പോൾ എല്ലാവരും ചേട്ടാ, ചേച്ചി, അനിയ എന്നുള്ള പേരിലേക്ക് അവരെ ആക്കുകയും അവർ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്. ഈ കാലമൊക്കെ മറന്ന് നീയൊക്കെ ഈ കമൻറ്റ് ഇടുമ്പോൾ ഈ കാലഘട്ടം മാറി നീ അറിഞ്ഞിട്ടില്ലേ? ഇപ്പോഴും 9 എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ മനസ്സ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി തരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ 9 ആണോ എന്ന് ചോദിച്ച കമൻറ്റാണ്, ഞാൻ 9 ആണോ എന്ന്. അതായത് TG ആണോ, ട്രാൻസ്ജെൻഡർ ആണോ? ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല, ഞാൻ പെണ്ണായിട്ട് ജനിച്ചൊരു ലേഡിയാണ്. അത് വലിയ ഹൈ ആയിട്ട് പറഞ്ഞതല്ല. ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല,
സ്ത്രീയായിട്ട് തന്നെ ജനിച്ചു, സ്ത്രീയായി തുടരുന്നു. ഓക്കെ, പക്ഷേ സ്ത്രീയുടെ മനസ്സ് തന്നെയാണ് എനിക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തെ, ആ ഒരു കമ്മ്യൂണിറ്റിയെ എത്രത്തോളം പുച്ഛ രീതി കാണുന്ന ഒരു നശിച്ച ജന്മമാണ് നീ. ആ കമൻറ്റിലൂടെ നീ അറിയിക്കുകയാണ്, നീ എത്രത്തോളം നശിച്ച ജന്മമാണ് നീ അറിയിക്കുകയാണ് അല്ലേ. എന്തായാലും നീ 9 ചോദിച്ചേ. ഇനി അഥവാ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നെങ്കിൽ അതിൽ അഭിമാനിക്കുകയേ ചെയ്യുള്ളൂ. കാരണം എല്ലാവരും സമൂഹത്തിൽ ഒന്നാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ ആരും മാറ്റി നിർത്തില്ല. അവർ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരാണ് എല്ലാവരും. ലെസ്ബിയൻസ് ആയാലും ഗേ ആയാലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും മൊത്തത്തിൽ എല്ലാവരും ഒന്നായിട്ട് കഴിഞ്ഞു പോകുന്ന സമൂഹമാണിത് അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് നീ 9 ചോദിച്ചേ. നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ കുടുംബത്തിലുള്ളവരും നീ പറയുന്ന ഭാഷകൾ പഠിപ്പിച്ചായിരിക്കും നിന്നെ വളർത്തിയിരിക്കുന്നത് അല്ലേ. 9 എന്ന് ചോദിച്ചു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ കൺമുമ്പിൽ വാ, അപ്പം കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് കേട്ടോ. അടിച്ച് നിൻ്റെ 32 പല്ല് അടിച്ച് താഴെ ഇടാനായിട്ട് നീ കഴിവുണ്ട് കേട്ടോ. നീ ആണാവട്ടെ പെണ്ണാവട്ടെ, നീ ചോദിച്ച ആ ഭാഷ നീ 9 എന്നെ പറഞ്ഞതുകൊണ്ടല്ല, നീ ആ സമൂഹത്തെ പുച്ഛിച്ചുകൊണ്ടാണ് നീ 9. എന്തുകൊണ്ടാണ് ഒരു കാര്യങ്ങൾ അവർക്ക് കുറവായിട്ടാണോ 9 എന്ന് നീ ഉദ്ദേശിക്കുന്നത്? ഒരു സമൂഹത്തെ മൊത്തമാണ് നീ കുറ്റപ്പെടുത്തിയത്. 9 എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? എന്ത് കുറവാ? ഒരു കുറവുണ്ടല്ലേ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ? എന്ത് കുറവാ ഉദ്ദേശിച്ചേ? അടിച്ച് നിൻ്റെ 32 പല്ലും താഴെ ഇടാൻ കഴിയില്ലാണ്ടല്ല, കൾച്ചറില്ലാത്ത അൺകൾച്ചേർഡ് കുരിപ്പ്, അൺകൾച്ചേർഡ് കുരിപ്പ്. ഇനി അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് തീരെ വയ്യ. എന്നാലും ഞാൻ ഇന്നാണ് ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നത്. സിജോൻ്റെ നോറയുടെ എവിക്ഷൻ, നോറയുടെ കാര്യം പറയാം. അത് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, എങ്കിലും ഞാൻ പറയുക. നോറയുടെ എവിക്ഷൻ ഇറ്റ്സ് ടോട്ടലി അൺഫെയർ ആണ് അല്ലേ. പറയുന്നവർക്ക് എല്ലാവർക്കും, കാണുന്നവർക്കും എല്ലാവർക്കും തോന്നിയിട്ടില്ല. ഇന്ന് വരെ നമ്മുടെ പഴയ സീസണിലുള്ള ശോഭയെ പോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് നമുക്കൊക്കെ കുറേ സമയത്തും നോറയോട് ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഒരാളോടും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങൾ സൂക്ഷിക്കാതെ ഗ്രഡ്ജ് സൂക്ഷിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിക്കറിയില്ല. പക്ഷേ പേഴ്സണൽ ഇഷ്ടങ്ങൾ അവിടെ ആരെയും, റസ്മിനോട് കുറച്ച് അടുപ്പമുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരോടും റസ്മിൻ പോയതോടുകൂടിയ സത്യം പറഞ്ഞാൽ നോറോട് എല്ലാവർക്കും ഒരു ഇഷ്ടം, നോറയുടെ ഒരു വാല്യൂ നമുക്ക് കാണാൻ സാധിച്ചത്. എനിവേ നോറ ഒരാളെയും പ്രത്യേകതയിൽ കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ പ്രത്യേകതയിൽ കാര്യം കൊണ്ട് നടക്കാണ്ട് പ്രത്യേക കൂട്ടുകെട്ട് ഉണ്ടാക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച വ്യക്തി നോറ. ഒരാളുടെ ഒരു സപ്പോർട്ടിൽ ആരെയും ഇതാക്കാനൊന്നും അങ്ങനെ പോകാൻ അധികം നിൽക്കാത്ത. ജിൻഡുമായിട്ട് നേരത്തെ വഴക്കിട്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ നോറയുടെ എവിക്ഷൻ കാരണം അവിടെ കോംബോ കളിച്ച് നടക്കുന്ന അർജുൻ, പിന്നെയുണ്ട് ശ്രീതുവിനെ ഇതുവരെ സേവാക്കി കൊണ്ടുപോകുന്നുണ്ട്. ശ്രീതു എന്ത് ചെയ്തിട്ടാണ്? ശ്രീതുവിനോട് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ബിഗ് ബോസിൽ തുടരാൻ ശ്രീതുവിന് എന്താണ് യോഗ്യത? ബിഗ് ബോസിൽ ശ്രീതുവിന് തുടരാൻ എന്താണ് യോഗ്യത? നോറയെക്കാളും എന്ത് യോഗ്യതയാണ് ശ്രീതുവിനുള്ളത്? എന്ത് യോഗ്യത ശ്രീതുവിനുള്ളത്? അത് പറ. നോറ എന്തുകൊണ്ട് എവിക്റ്റഡ് ആയിപ്പോയി? വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നോറയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ശ്രീതു അർജുൻ കോംബോ ഭയങ്കര അതായത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അർജുനും ശ്രീതു എപ്പോഴും അവരുടെ കോംബോ മാത്രം കാണിച്ചവിടെ നിൽക്കുന്നത് അല്ലേ. ആ ഒരു കോംബോ പിടിച്ച് തന്നെ അവർ നിൽക്കുന്നത്. ഒരു കോംബോ നമ്മുടെ അടുത്ത് വർക്കൗട്ട് ആയില്ല, അത് സ്പ്ലിറ്റായി വിട്ടെങ്കിൽ ഈ കോംബോയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണതിനാ. വെറുതെ ഉണ്ടാക്കിയെടുത്ത കോംബോയ്ക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ആ ഒരു കോംബോ നമ്മൾ സത്യം ഞാൻ പറയും, ഞാൻ ഒരു വലിയ ആളൊന്നും അല്ല, ഒരു PR വർക്ക് ചെയ്യാനോ ഒന്നുമല്ല, ആർക്കും സപ്പോർട്ട് പറയുകയല്ല. നമുക്ക് അൺഫെയർ ആയിട്ട് തോന്നിയ കാര്യം പറയുന്നു. നോറയെ എന്താണ് പറഞ്ഞു വിട്ടത്, നോറയെ എവിക്റ്റഡാക്കി വിട്ടത് എന്നോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം നോറ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുന്ന ആളാണ്. ശ്രീധുവിനെ കൊണ്ടൊക്കെ എന്താണ് അവിടെ പ്രത്യേകം ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അതുപോലെ സിജോ നമ്മൾ ഒരു കാലത്ത് സിജോ തുടക്കത്തിൽ ഏറ്റവും ടോപ്പ് വരേണ്ടിയിരുന്ന കപ്പടിക്കാനായിട്ട് മിടുക്കനായിരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്ന ആൾ
ഒന്ന് ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ ആൾ കാട്ടുതീയൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ആദ്യം ജിൻഡോട് ചെറിയതായിരുന്നു, പിന്നെ ജിൻഡോയായിട്ടൊക്കെ കൂട്ടായി. പക്ഷേ ഈ പറഞ്ഞ പോലെ സിജോയ്ക്ക് ഒരു നെഗറ്റീവ് വരാൻ എൻ്റെ കണ്ണിൽ സായി അല്ലെങ്കിൽ നന്ദന അങ്ങനെ അഭിഷേക് എന്നുള്ള ഒരു കൂട്ടുകെട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യമായിരിക്കാം. സിജോ നന്ദനയായിട്ടൊക്കെ ഉള്ള ഒരു കൂട്ടുകെട്ടും ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കലും പെങ്ങള് കൂട്ടി ആങ്ങള ചമയൽ കാര്യങ്ങൾ സിജോയ്ക്ക് നെഗറ്റീവ് മാത്രമേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ അല്ലേ. അപ്പോൾ സിജോ പോകാൻ അതൊരു കാരണം, സിജോയ്ക്ക് ഒരു നെഗറ്റിവിറ്റി ഒരു വോട്ട് കുറയാനായിട്ട് കാരണം അതായേക്കാം അല്ലേ എന്നെനിക്ക് തോന്നി. സിജോയുടെ എവിക്ഷൻ കണ്ടപ്പോൾ നമുക്കത് വിഷമം തോന്നി. കാരണം സിജോ പോകേണ്ട ഒരാളല്ല, പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല. സിജോയ്ക്ക് നല്ല ഇതായിട്ട് സിജോ നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ, പക്ഷേ സിജോ പോകേണ്ടി വന്നു. എന്നാൽ നോറയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അൺഫെയർ ആയിട്ട് തോന്നുന്നത്. സിജോ കുറച്ച് കാലഘട്ടം കൊണ്ട് സിജോ കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയാനുള്ളൂ. ഉണ്ടാക്കിയെടുത്തു, നല്ല കഴിവുള്ള ഒരാളാണ് അല്ലേ. പിന്നെ ഒരു കാര്യം, സിജോ പോയപ്പോൾ അർജുൻ കരഞ്ഞതിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അർജുൻ കരഞ്ഞത് എന്തിനും ആവട്ടെ, ഒരാൾ പോകുമ്പോൾ ഒരാൾ കരയുന്നത് ഒരിക്കലും അത് നാടകമായിട്ട് ഒരാൾക്ക് വെറുതെ കരച്ചിൽ വരില്ല. അതാദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും. അർജുൻ്റെ സൈഡ് പിടിക്കുമെന്നല്ല. സിജോ പോയപ്പോൾ അർജുൻ കരഞ്ഞത് സിജോ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഒരു ഇഷ്ടമുണ്ടാവാം. സിജോ നന്നായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം അർജുനോ എന്തെങ്കിലും പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. സിജോട് അവിടെ അർജുന് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരിക്കാം. അപ്പോൾ സിജോ പോയതുകൊണ്ട് കരഞ്ഞതായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നത്. അല്ലാണ്ട് സിജോ പോയപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി കരഞ്ഞ എന്നുള്ളത് അത് ഒരു പാർട്ട് ഉണ്ടാവാം, ഒരു 25% ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ഞാൻ പറയില്ല, ഒരു 75% ഞാൻ സിജോ പോയതിനെ അർജുൻ കരഞ്ഞതിനെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കരച്ചിൽ തന്നെയാണ്, കരച്ചിൽ വന്നിട്ട് തന്നെയാണ് കരഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി സത്യമായിരിക്കാം. മനഃപൂർവ്വം ഒരാൾ കരയോ, മനഃപൂർവ്വം ഒരാൾക്ക് കരയും. ഇപ്പം ഞാനൊരു കള്ളക്കരച്ചിൽ കരയാണ്, ജസ്റ്റ് അതായത് ചെറിയ സങ്കടവും അതൊക്കെ ഉണ്ടായിട്ട് കരയുന്നത് വേറെ. കള്ളക്കരച്ചിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, സിനിമയ്ക്ക് വേണ്ടി കരയുന്ന പോലെ അത് പറ്റില്ല, ആർക്കും പറ്റില്ല. ബി സിൻസിയർലി സിജോ പോയിട്ടുള്ള വിഷമം കൊണ്ടാണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അത് ഒരുപാട് പേര് ഇതായിട്ട് കമൻറ്റുകളിൽ ഞാൻ കണ്ടു. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറയരുത്. കാരണം അത് അത്രയും നമ്മൾ പറയരുത്. ഒരാളും കരുതി കൂട്ടിക്കൊണ്ടല്ല, ചില സിറ്റുവേഷനാലാണ് ജയിക്കണം അല്ലെങ്കിൽ ഓരോതൊക്കെ കാണിക്കുന്ന കൂട്ടുകൂടണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, ഒരിക്കലും ഒരാൾ പോകുമ്പോൾ കരഞ്ഞതിന് ഒരിക്കലും കരയാതെ നിന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കരഞ്ഞപ്പോൾ പോകുമ്പോൾ ഒരിത് പറയാൻ പറ്റില്ല. നോറ പോയപ്പോൾ ജാസ്മിനെ കോർത്തു, ജാസ്മിനെ ആണ് അവിടെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കേണ്ടതെന്ന് ജാസ്മിൻ വിചാരിച്ചു. അതല്ല, നോറ പോകുമ്പോൾ സ്വാഭാവികമാണ് നോറയ്ക്ക് സപ്പോർട്ട് കുറവാണ്, നോറ പോകുമെന്ന് ജാസ്മിൻ വിചാരിച്ചു. എന്തായാലും ജാസ്മിൻ അവിടെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്തു. ജിൻഡോ ഇവിടെ കോൺട്രിബ്യൂഷൻ നടത്തിയെന്നല്ല, ആൾ കളിക്കും, ആൾ എതിർക്കേണ്ടടുത്ത് എതിർക്കും, കളിക്കും. ഇപ്പോൾ ചിലവർ കമൻറ്റ് ഇട്ടു, ജിൻഡോ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ജിൻഡോ പച്ചപ്പാവൻ ചമഞ്ഞു, പച്ചവെള്ളം കടിച്ച് മർത്തണ പോലെ നിന്ന്, പഞ്ചാരക്കുട്ടനായിട്ട് നിന്ന്, ഒന്നിലും തൊടാത്ത വർത്താനം പറ. അതാ ജിൻഡോയുടെ സ്വഭാവമാണ്, ജിൻഡോയുടെ ഒരു ക്യാരക്ടറാണ് അത്. അല്ലാണ്ട് ജിൻഡോ വോട്ടിന് വേണ്ടിയോ പാവം നടിക്കുന്നതല്ല, ജിൻഡോ അങ്ങനെയാണ്. പിന്നെ അവിടെ ഇവിടെ ചെന്ന് പറയാതെ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷേ ജിൻഡോയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? നന്മയുള്ളതുകൊണ്ടായിരിക്കും. ജിൻഡോയുടെ എന്തെങ്കിലും കാര്യത്താലായിരിക്കും ഇഷ്ടം തോന്നുന്നത്. അതൊരു കാരണം, അതെന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അല്ല അതെ ജിൻഡോ മനപ്പുറം അത് ചെയ്ത് ഇത് ചെയ്ത് മനപ്പുറം വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ അത് കോമ്പോ പിടിക്കുന്നതിനൊക്കെ നമുക്ക് പറയാൻ പറ്റും. കോമ്പോ പിടിച്ച് ഓവറായിട്ട് അതൊക്കെ പറയാൻ പറ്റും, വോട്ട് കിട്ടാനായിരിക്കാം എന്ന്. അല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് എടുത്തിയാടി ദേഷ്യപ്പെടുന്നതൊക്കെ ഒരിക്കലും വോട്ട് കിട്ടാനാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ പേര് ജിൻഡോയെ സപ്പോർട്ടേ ചെയ്യില്ല, വോട്ട് കൊടുക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞതായിട്ട് അറിവ്, ബിഗ് ബോസിലുള്ളവർ തന്നെ. പിന്നെ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇന്നിങ്ങനെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു. വയ്യ, അല്ലെങ്കിൽ തന്നെ ടൈം അത്യാവശ്യമായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എനിക്ക് വയ്യ, തീരെ വയ്യ, എനിക്ക് ഗുളിക കഴിക്കാൻ കിടക്കണം.